കഴിഞ്ഞ ദിവസം ധവളപത്രം വന്നു. അതിനു പിന്നാലെ കേരളത്തിൽ പുതിയൊരു ചർച്ച തുടങ്ങി. KSEB സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണോ? പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ചർച്ച തന്നെ തെറ്റാണ്. കാരണം ഒരു സാധാരണ മലയാളിക്ക് KSEB സർക്കാർ നടത്തുന്നതാണോ ഇനി അതല്ല സ്വകാര്യ കമ്പനി നടത്തുന്നതാണോ എന്നത് പ്രധാനമല്ല. ജനങ്ങൾക്ക് അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്: കറണ്ട് കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ, ബില്ല് ന്യായമാണോ, സർവീസ് കിട്ടുന്നുണ്ടോ, പരാതി കൊടുത്താൽ അത് പരിഹരിക്കാൻ പറ്റുമോ, ഇതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. KSEB സ്വകാര്യവൽക്കരിച്ചാൽ എന്ത് സംഭവിക്കും, ഇനി സ്വകാര്യവൽക്കരിക്കാതെ തുടർന്നാൽ എന്ത് സംഭവിക്കും? സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ചോദ്യങ്ങളും തെറ്റാണ്. കാരണം KSEB ആരാണ് നടത്തുന്നത് എന്നല്ല ജനങ്ങളുടെ പ്രശ്നം, KSEB എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് ജനങ്ങളുടെ പ്രശ്നം. ധവളപത്രപ്രകാരമാണെങ്കിൽ KSEBയുടെ സാമ്പത്തിക പ്രതിസന്ധി വളരെ കൂടുതലാണ്. ഏകദേശം 35,000 കോടിയാണ് നഷ്ടം. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്: KSEBക്ക് കിട്ടാനുള്ള കുറച്ച് കോടികളുണ്ട്, ആ കണക്കാരും പറയുന്നില്ല. കേരള വാട്ടർ അതോറിറ്റി തന്നെയാണ് ഏകദേശം 3,000 കോടിയിലധികം കൊടുക്കാനുള്ളത്, കറണ്ട് വാങ്ങിച്ചതിൻ്റെ ബില്ലായിട്ട്. വേനൽക്കാലം വന്നാൽ KSEBയുടെ സ്ഥിരം പ്രഖ്യാപനമാണ് വൈകിട്ട് 6 മുതൽ 11 മണി വരെ കറണ്ട് കുറച്ച് ഉപയോഗിക്കണം. ഗ്രിഡിൽ സമ്മർദ്ദമുണ്ട്, ഡിമാൻഡ് കൂടിയിട്ടുണ്ട്, പുറത്തുനിന്ന് കറണ്ട് വാങ്ങണം. ഇതൊക്കെ കാശ് കൊടുത്ത് ബില്ലടച്ച് സാധാരണ ജനങ്ങൾ അറിയേണ്ടതാണോ? ഗ്രിഡ് ശക്തമാക്കേണ്ടത് ആരാണ്? വേനൽക്കാലം മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ പ്ലാൻ ചെയ്യേണ്ടത് ആരാണ്? ആവശ്യത്തിന് കറണ്ട് മുൻകൂട്ടി കരാർ ഉറപ്പിക്കേണ്ടത് ആരാണ്? കേരളത്തിന് ആവശ്യമായ കറണ്ടിൻ്റെ ഏകദേശം 70% ഇന്നും പുറത്തുനിന്ന് വാങ്ങുകയാണ്. വർഷങ്ങളായിട്ടും കേരളം ഇതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് വെറും ഒരു സ്വകാര്യവൽക്കരണം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം എല്ലാം സോൾവ് ആകുമോ? ഒരിക്കലുമില്ല. കേരളത്തിൽ ആവശ്യത്തിനുള്ള ജലസ്രോതസ്സുകളില്ലേ, സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള സാധ്യതകളില്ലേ, വിൻഡ് എനർജിക്കും ഉള്ള സാധ്യതകളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും കേരളത്തിൽ വെറും 30% മാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്?